അപകടം ആണോ എന്ന് ചോദിച്ചാൽ ആണ്, തീർച്ചയായിട്ടും ആണ്. നമ്മൾ ഭയങ്കര റിസ്ക് എടുത്താണ് ഇത് ചെയ്യുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു അത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഏത് പ്രായത്തിൽ വേണമെങ്കിലും പഠിക്കാം. പക്ഷേ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ, അവരുടെ ഫ്ലെക്സിബിലിറ്റി ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം തട്ടാമലയിലാണ്. ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ഒരു മിടുക്കികളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് പരിചയപ്പെടുത്താൻ വന്നതാണ്. കുറച്ച് നാൾക്ക് മുമ്പേ കൊല്ലം മയ്യനാട് ഞാൻ ഇതേ കണക്ക് കുറച്ച് കുട്ടികളുടെ വീഡിയോ ഞാനൊന്ന് കാണിച്ചായിരുന്നു. ഒരു കൊച്ചു മിടുക്കികൾ ഡാൻസ് ചെയ്യുന്നത്, ഒരു ഡാൻസിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നതും 3 വയസ്സുള്ളൊരു കൊച്ചു പിള്ളേരൊക്കെ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടായിരുന്നു. അത് ഒരുപാട് ആൾക്കാർ കാണുകയും ഷെയർ ചെയ്യുകയും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തായിരുന്നു. അപ്പോൾ അതേ കണക്ക് ഞാൻ വീണ്ടും ഒരു കൊല്ലത്ത് തട്ടാമലയിൽ നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ അന്ന് കാണിച്ചത് കുട്ടികൾ സിനിമാറ്റിക് ഡാൻസ് അങ്ങനെയുള്ള ഡാൻസ് കളിക്കുന്നതാണ്. ഇത് കുറച്ച് വെറൈറ്റിയും കുറച്ച് ഡേഞ്ചറും ആയിട്ടുള്ളൊരു ഡാൻസാണ് കേട്ടോ. കണ്ടനെ കിളി മാറിയിരിക്കുകയാണ്. ഇനി അവരുടെ ഡാൻസും അവരുടെ വീഡിയോയിലോട്ടൊക്കെ നമുക്ക് പോകാം. പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചറിനെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ടീച്ചറാണ് ഇതിൻ്റെ എല്ലാം. നമസ്കാരം, ഞാൻ ആദിത്യ ബിജു, കൊല്ലത്താണ് വീട്. ഇതെൻ്റെ യോഗ സെൻ്ററാണ്. ഇത് ശാരദോലാസിനി വായനശാല, തട്ടാമലയിലാണ് ഇത് സ്ഥലം. ഞാൻ യോഗ പഠിച്ചു തുടങ്ങിയത് എൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷത്തോളം ആയിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. യോഗയുണ്ട്, കരാട്ടെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാണ്. ഇപ്പം ഒരു 5 വർഷമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. യോഗ മത്സരത്തിനകത്ത് ഫ്രീ ഫ്ലോ യോഗ ഡാൻസ് പറയുന്ന ഒരു ഇവൻറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഈവൻറ്റിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അത് സ്പോർട്സ് യോഗയായിട്ട് മ്യൂസിക് ഇട്ട് ലിങ്ക് ചെയ്താണ് നമ്മൾ സ്പോർട്സ് യോഗ ഡാൻസ് ആക്കുന്നത്. ഇത് കോമ്പറ്റീഷനായിട്ടാണ് ഫ്രീ ഫ്ലോ യോഗ ഡാൻസ്. നിരവധി കോമ്പറ്റീഷനുകളിൽ പോയിട്ടുണ്ട്. അതിലിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ സ്കൂൾ ഗെയിംസിൽ എൻ്റെ 3 സ്റ്റുഡൻസിന് സ്റ്റേറ്റിൽ ഗോൾഡ് ആയിരുന്നു. പിന്നെ നാഷണൽ യോഗ ഒളിമ്പ്യാഡിൽ ഡൽഹിയിൽ വെച്ച് നടന്നതിൽ ഗോൾഡ് ആയിരുന്നു. നമുക്ക് 4 വയസ്സ് മുതലുള്ളവർ പഠിക്കുന്നുണ്ട്. യോഗ ഡാൻസ് നമ്മളൊരു 8 വയസ്സ് തൊട്ടുള്ള പിള്ളേർക്കാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപകടം ആണോ എന്ന് ചോദിച്ചാൽ ആണ്, തീർച്ചയായിട്ടും ആണ്. നമ്മൾ ഭയങ്കര റിസ്ക് എടുത്താണ് ഇത് ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് മാക്സിമം നമ്മൾ അപകടം പറ്റാത്ത രീതിയിലാണ് എല്ലാവർക്കും കൊറിയോഗ്രാഫി ചെയ്ത് കൊടുത്തേക്കുന്നത്. നമ്മൾ ഡാൻസിനകത്ത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ട്രഡീഷണൽ യോഗയാണ് നമ്മൾ ഈ പറഞ്ഞ മെൻ്റൽ ഹെൽത്ത്, ഇമ്മ്യൂണിറ്റി, ഓർമ്മശക്തി, അതെല്ലാം ട്രഡീഷണൽ യോഗയ്ക്കകത്താണ് വരുന്നത്. സ്പോർട്സ് യോഗ വരുമ്പോഴത്തേക്കും എൻ്റയർലി ഡിഫറെൻ്റാണ്. സ്പോർട്സ് യോഗ എന്ന് പറയുന്നത് നമ്മുടെ കോമ്പറ്റീഷനും പിന്നെ ഈ ഷോകൾക്കും വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ ഏത് മത്സരത്തിനാണോ മത്സരിക്കുന്നത് അവരൊരു സിലബസ് നമുക്ക് തരും. ആ സിലബസിലുള്ളത് എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കാണിക്കുന്ന ആളാണ്, ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന ആളാണ് വിന്നർ. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഏത് പ്രായത്തിൽ വേണമെങ്കിലും പഠിക്കാം. പക്ഷേ അവരുടെ ഹെൽത്ത് കണ്ടീഷൻ, അവരുടെ ഫ്ലെക്സിബിലിറ്റി ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നേരിട്ടായിട്ട് നമ്മൾ ഡാൻസ് പഠിപ്പിക്കാറില്ല. ട്രഡീഷണൽ യോഗ പഠിപ്പിച്ച് അതിനകത്ത് വഴക്കം വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ ആസനത്ത് സ്പോർട്സ് യോഗയുടെ ഓരോ ആസനാസ് പഠിപ്പിച്ച് പിന്നെ അതിനെ ഡാൻസ് ആക്കി കൊറിയോഗ്രാഫി ചെയ്യുകയാണ് ചെയ്യുന്നത്. സമയം ഒരുപാട് എടുക്കും. ഇപ്പോൾ ഏകദേശം ഒരു കുട്ടി നിങ്ങളുടെ അടുത്ത് പഠിക്കാൻ വരുവാണെങ്കിൽ ഒരു ഡാൻസ് നല്ലൊരു ഡാൻസറായി മാറണമെങ്കിൽ ഏകദേശം 1 വർഷം എടുക്കും. 1 വർഷം. 1 വർഷം. ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു അത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ആദ്യം കയറിയപ്പോൾ നല്ല പേടി തോന്നിയെങ്കിലും ഞങ്ങൾ വളരെ നല്ല രീതിയിലാണ് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. പിന്നെ കുറേ സെലിബ്രിറ്റീസിനെ കണ്ടു, അവരായിട്ട് സംസാരിച്ചു, അവരായിട്ട് ഫോട്ടോ എടുത്തു. എല്ലാം നല്ലതായിരുന്നു. പിന്നെ ആ സ്ക്രീനും അതൊക്കെ കണ്ട് ആദ്യം കുറച്ച് പേര് പേടിച്ചെങ്കിലും പിന്നെ എല്ലാവരും കൂളായിട്ട് ചെയ്തു. നമുക്ക് ഇന്നും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. യോഗ ഒളിമ്പ്യാഡിൻ്റെ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു ഇന്നിപ്പോൾ നമ്മുടെ 4 പ്രൈസ് നമുക്ക് തന്നെ നമ്മുടെ ആദിത്യ യോഗ ക്ലബിന് 4 പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് അപ്പർ പ്രൈമറി കാറ്റഗറിയിൽ അഷ്ടമി, പിന്നെ സബ് ജൂനിയർ UP തലത്തിൽ അമ്മയ, ജോസ്ന, ഇവർ 3 പേരാണ്. പിന്നെ ഒരാളുണ്ടായിരുന്നു, അയാൾ വന്നിട്ടില്ല. അത് ആരതി എന്നാണ് ആ കുട്ടിയുടെ പേര്. യോഗ ഒളിമ്പ്യാഡിൻ്റെ മുൻ വർഷത്തെ നാഷണൽ ചാമ്പ്യനാണ് ഇയാൾക്ക് നാഷണലിൽ ഗോൾഡ് ആയിരുന്നു. കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിൽ ആദ്യത്തെ ഗോൾഡാണ് ഇയാൾക്ക് കിട്ടിയത് നാഷണൽ യോഗ ഒളിമ്പ്യാഡ്. പിന്നെ സ്കൂൾ ഗെയിംസിൽ അഞ്ചിമ, അഷ്ടമി, പിന്നെ ആരതി, ഇവർക്ക് 3 പേർക്കും സ്കൂൾ ഗെയിംസിൽ സ്റ്റേറ്റിൽ ഗോൾഡ് ആയിരുന്നു.